പി വി അൻവറിനെതിരെ വീണ്ടും വിമർശനവുമായി CPM രംഗത്ത്. അൻവർ CPM-നെയും LDF-നെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. സാമാന്യ മര്യാദ പാലിക്കാതെയാണ് PV അൻവർ പരസ്യപ്രസ്താവന നടത്തിയതെന്നും MV ഗോവിന്ദൻ. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള വിമർശനം. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേർന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇന്നലെയും മുതലക്കുളത്ത് നടത്തിയ യോഗത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കടന്നാക്രമിച്ചു. അതിനകത്തൊന്നും യാതൊരു സൗജന്യവും അത് വയ്ക്കുന്നതുമില്ല. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ മൂർച്ച കൂട്ടുകയാണ്. പറയുന്നത് പഴയ കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം പുതിയ രീതിയിൽ മൂർച്ച കൂട്ടി പറയുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇന്നലെ മുതലക്കുളത്ത് കണ്ടു. പറയൂ. SKN അൻവർ CPIM യുദ്ധം തുടരുന്നതിനിടെയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അൻവറിനെതിരെ വീണ്ടും പരസ്യമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. അൻവർ CPM-നെയും LDF-നെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അൻവറിന് കൃത്യമായി സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സാമാന്യ മര്യാദയ്ക്ക് നിലക്കാത്ത പ്രതികരണങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും ഒപ്പം ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിന്, തകർക്കുന്നതിന് അൻവർ ശ്രമിക്കുന്നു എന്നാണ് നിലവിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം. ദേശാഭിമാനിയിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനത്തിലാണ് അൻവറിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉള്ളത്. അൻവറുമായുള്ള പാർട്ടി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അൻവറിനെതിരെ നേതാക്കൾ നിരന്തരമായി രൂക്ഷമായ പ്രതികരണം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലെ പ്രതികരണമാണിത്. അൻവർ കൃത്യമായി പാർട്ടി ലൈനുകൾ ലംഘിച്ചു. CPM-നെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്താനാണ് അൻവർ നിരന്തരമായ ശ്രമം നടത്തുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു സംഘടിത അജണ്ടയുണ്ട് എന്ന കാര്യം പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും ഈ വിമർശനങ്ങൾ അൻവറിനെതിരെ ഇടതുപക്ഷത്തു നിന്ന് രൂക്ഷമാവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ നേതാക്കൾ അൻവറിനെതിരെ രൂക്ഷമായ പരസ്യ പ്രതികരണവുമായി വരുന്നു. ഈ ലൈനിൽ തന്നെയാണ് CPM നിലവിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും അൻവർ ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കോഴിക്കോട് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളുമായി എത്തി. വരും ദിവസങ്ങളിലും ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളുണ്ട്. രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും CPIM സംസ്ഥാന സെക്രട്ടറിക്ക് MV ഗോവിന്ദന് അൻവർ ഈ ഘട്ടത്തിൽ മറുപടി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CPIM അൻവറുമായി ഒരു വെടിനിർത്തലിന് തയ്യാറല്ല. അൻവറിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ് CPM-ന്റെ സംശയം. അത് തന്നെയാണ് MV ഗോവിന്ദൻ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. SKN. ഓക്കെ, താങ്ക് യു.